നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് വലിയൊരു ആശുപത്രി വിഷയവുമായി ബന്ധപ്പെട്ട്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പുറത്ത് ഒരാളോട് 1 രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ 1 രൂപ സഹായിക്കണം എന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി വാസമായി കഴിഞ്ഞാലും ട്രീറ്റ്മെന്റ് ആയാലും എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്കിത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോ ജാമിദ ടീച്ചറും തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയുടെ ആദ്യ കമന്റ് ആയിട്ട് നമ്മൾ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ മൈൻഡ് ഉള്ളവർക്ക് ചെയ്യാം. അതിനുള്ള ഒരു ആദ്യ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആശുപത്രി കേസ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പല സുഹൃത്തുക്കളും കമന്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നോക്കൂ, കുറ്റപ്പെടുത്താനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. പിന്നെ ആശുപത്രി കേസൊക്കെ ആർക്കും എപ്പോഴും വരാവുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഈ എന്നെ കാണുന്ന നിങ്ങൾക്കും വരാം. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട്. പക്ഷെ ഇന്ന് വൈകിട്ട് ചാനൽ തുറന്ന സമയത്ത് കണ്ടത് സുകുമാരൻ നായർ, NSSന്റെ എല്ലാമായിട്ടുള്ള സുകുമാരൻ നായർ. പല കേസുകളിലും സുകുമാരൻ നായർ നമ്മൾ വിമർശിക്കാറുണ്ടെങ്കിലും ചില നേരങ്ങളിലൊക്കെ അദ്ദേഹം നട്ടലോടുകൂടി നടപടി എടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഒന്നായിരുന്നു ജിഹാദികളുടെ നെഞ്ചും കൂട് തകർക്കുന്ന 72 ഹൂറികളെയും മദ്യപ്പുഴയിലും ഒക്കെ കുളിച്ച് തിരിച്ചു വന്നവന്മാർ ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ട് പച്ചയ്ക്ക് ചാനലുകളിൽ മുമ്പിലേ വന്നുകൊണ്ട് ചോദ്യം ചോദിച്ച സുകുമാരൻ നായരുടെ ആ ഒരു തന്റേടം മറ്റാരിലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ പച്ചയ്ക്ക് തൊലി ഉരിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 92ാമത് ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ശിവഗിരിയിൽ നടന്ന മഹോത്സവം. ആ മഹോത്സവത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാളെ ക്ഷണിക്കുകയും അയാളെ എന്ന് പറയുന്നതിൽ ആരും വേദനിക്കേണ്ട, കാരണം അദ്ദേഹം എന്ന് പറയാനുള്ള യോഗ്യത അയാൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പിണറായിയെ അയാൾ എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. കൊടുക്കേണ്ടത് കിട്ടുന്നത് മാത്രമേ, ജനങ്ങൾക്ക് നൽകുന്നത് മാത്രമേ അയാൾക്കും തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ അയാളെ വലിയ അദ്ദേഹം തിരുമേനി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത്തരത്തിൽ പിണറായി വിജയൻ ഈ പറയുന്ന ശിവഗിരിയിൽ നടന്ന ശിവഗിരി 92ാമത് തീർത്ഥാടന ആ ഒരു മഹോത്സവത്തിൽ ആ പ്രസംഗത്തിൽ ശിവഗിരിയിലെ ഭഗവാനായിട്ടുള്ള അതല്ലെങ്കിൽ ഓരോ ഹൈന്ദവന്റെയും ഭഗവാനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ പരിഹസിച്ചുകൊണ്ടും പിന്നെയോ ഹൈന്ദവന്റെ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ഇപ്പോഴും കയറണം എന്നൊക്കെ പറയുന്നത് അനാചാരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് എപ്പോഴും കയറാൻ കാണിക്കുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, അത് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ആ ത്വരയ്ക്കെതിരെയാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നത്. ഹിന്ദുവിന്റെ കാര്യം തീരുമാനിക്കാൻ പിണറായി വിജയ, നീ മുഖ്യമന്ത്രിയല്ല, നീ ഏത് കൊണാണ്ടറായാലും നീ മറ്റോടത്തവനായി കഴിഞ്ഞാലും ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വരേണ്ട. നിനക്കെന്താ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രമേ വരാനാവുകയുള്ളൂ?
നിനക്കെന്താ മറ്റു മതത്തിന്റെ നെഞ്ചത്തോട്ടൊന്നും പോവാൻ എന്താടാ നിനക്ക് മറ്റതിന് ഉറപ്പില്ലേ? പച്ചയ്ക്ക് നമ്മൾ ചോദിക്കാറുണ്ട് ഡേഷിന് ഉറപ്പില്ലേ എന്നുള്ളത്. അത് പച്ചയ്ക്ക് ചോദിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളിൽ 72 ഹൂറികളെയും മധ്യപ്പുഴയിലൊക്കെ മുങ്ങിക്കുളിച്ച് വന്നവന്മാർ ആരെങ്കിലും ഉണ്ടോടാ 72 ഹൂറികളെ ഭോഗിച്ച് വന്നവനെന്ന് ജിഹാദിയുടെ നെഞ്ചും തകർക്കുന്ന മദ്രസ പൊട്ടന്റെ നെഞ്ചും കൂടി തകർക്കുന്ന രീതിയിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പിണറായി വിജയനോട് സുകുമാരൻ നായർ ചോദിക്കുന്നത്. കേൾക്കാം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ NSSന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് വന്നത് എന്ന് വാർത്താ ചാനലുകളിൽ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാം. അത് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. മറ്റു സമുദായങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദ്യം. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ആചാരം മാറ്റിമറിക്കാൻ ഇവരൊക്കെ ആരാണ്? വിശ്വാസം അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ എത്താൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. പിണറായി വിജയന്റെ വിവാദ ശിവഗിരി പ്രസംഗത്തിനെതിരെയാണ് സുകുമാരൻ നായരുടെ മറുപടി. കൃഷ്ണരാജ് കൃത്യമായിട്ടുള്ള നിലപാട് NSS ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്ന പിന്തുണയെ രൂക്ഷ വിമർശനത്തിൽ കൂടിയാണ് ഗണ്ണിച്ചിരിക്കുന്നത്. ഓരോ ആരാധനാലയങ്ങളിലും ഓരോ രീതികളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ആ ആചാര രീതികൾ പിന്തുടരുന്നതിനുള്ള അവകാശം ഹൈന്ദവ ജനതയ്ക്കുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. ആ ഒരു ആചാര വിശ്വാസങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള മുന്നോട്ട് വിശ്വാസ ജീവിതം നയിക്കുന്നതിനുള്ള ആ ഹൈന്ദവ വിശ്വാസത്തെ ജീവിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട രീതിയാണ് ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് മാറ്റം വരണം എന്നുള്ള ഒരു പരാമർശമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയത്. ഇതേ തുടർന്ന് വലിയ ചർച്ചകൾ ഉണ്ടായി. ഈ ഒരു വിഷയത്തിലാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ശിവഗിരിക്കും ഒരു വിമർശനം ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ചുകൊണ്ട് NSSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റു സമുദായങ്ങളുടെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യലുകൾ നടത്താൻ മുഖ്യമന്ത്രിക്കും ശിവഗിരിക്കും ധൈര്യം ഉണ്ടോ എന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ നൽകാൻ പാടില്ലായിരുന്നു. അതിന്റെ വാസ്തവം അത് ഏത് രീതിയിലാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഈ കാര്യത്തിൽ ഒരു നിലപാട് മുഖ്യമന്ത്രി അറിയിക്കുവാൻ. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസം. ഷട്ട് ധരിച്ച് കയറാവുന്ന, മേൽവസ്ത്രം ധരിച്ച് കയറാവുന്ന ക്ഷേത്രങ്ങളുണ്ട്. മേൽവസ്ത്രം ധരിക്കാതെ പ്രവേശനം സാധ്യമാകുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. ആ ഓരോ ക്ഷേത്രങ്ങളുടെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പരാമർശിച്ചു വെക്കുന്നത്. ശബരിമലയിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് കയറാം, പക്ഷെ അതുപോലെ തന്നെ മേൽവസ്ത്രം ധരിക്കാതെ പുരുഷന്മാർക്ക് പ്രവേശനം സാധ്യമാകുന്ന, ദർശനം സാധ്യമാകുന്ന പല മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച ചങ്ങനാശ്ശേരിയിലെ ക്ഷേത്രത്തിൽ പോലും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, വിശ്വാസങ്ങളെ ചാതുർവർണ്ണ വ്യവസ്ഥയുമായി ഒട്ടൊന്നും കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അതൊക്കെ ഹൈന്ദവ വിശ്വാസത്തിന്റെ, ഹൈന്ദവ ജനത അനുഷ്ഠിച്ചു വരുന്ന ഓരോ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അത് ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇടപെടേണ്ട കാര്യമില്ല. വ്യാഖ്യാനങ്ങൾ ഹിന്ദുക്കളോട് മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യവും അദ്ദേഹം വരാം. നോക്കൂ, ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് RV ബാബു സാറുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ. നമുക്ക് പിണറായി വിജയൻ ഇത് ഇരുന്ന് വാങ്ങിയതാണ്. അതായത് പിണറായി വിജയന്റെ വിചാരം ഈ ഈഴവരായാലും നായന്മാരായാലും ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റുകൾക്ക് അങ്ങോട്ട് അടിമയാക്കി എല്ലാ കാലത്തും അങ്ങോട്ട് ഭരിച്ചു കളയാമെന്ന ആ ഒരു ധിക്കാരമുണ്ടല്ലോ. ആ ഒരു ശുദ്ധ ഭാഷയിൽ പറയേണ്ടത് മറ്റൊന്നാണ്. നെറ്റിയിൽ ബസ്മത് കുറി അണിഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ലൈവ് ചെയ്യുന്ന ഞാൻ ആ ഭാഷ എന്തായാലും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു സാർ കൃത്യമായിട്ടും ഈ മ്ലേച്ഛന്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനമുണ്ടല്ലോ, നോക്കും എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഭരിച്ചിട്ടുള്ള ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുവിനെ എന്നും ഇവന്റെയൊക്കെ അടിമകളായി വിഭജിച്ചെടുത്തുകൊണ്ട് ഇടതും വലതും മാറി മാറി ഭരിക്കാൻ വേണ്ടി വോട്ട് കുത്തുന്ന വെറും അടിമകളാക്കി മാറ്റുന്ന, എന്നിട്ട് അവന്റെ നെഞ്ചത്തോട്ട് കയറി അവന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, ചവിട്ടി അരയ്ക്കുന്ന, ആജ്ഞാപിക്കുന്ന ഈ മ്ലേച്ഛന്മാരുണ്ടല്ലോ, ആ മ്ലേച്ഛന് RV ബാബു സാറും മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കേൾക്കാം നമുക്ക്, എന്നിട്ട് ഓടി വരാം. സുകുമാരൻ നായർ ഇന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഏറെക്കാലമായിട്ട് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്.
പക്ഷെ സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സുകുമാരൻ നായർ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. ഇത് ഇവിടുത്തെ ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പറയേണ്ട മറുപടിയാണ്. അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം ഈ ഏത് വിഷയത്തിലും നവോത്ഥാനം അല്ലെങ്കിൽ പുരോഗമനം, ഈ പറയുന്ന കാര്യങ്ങള്, മതേതരം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തിന് മാത്രം ബാധകമായിട്ട് നിലനിൽക്കുന്ന ആശയങ്ങളാണ് എന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് അത് പാലിക്കേണ്ടത്, അത് നടപ്പാക്കേണ്ടതൊക്കെ ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ്. മറ്റു മതസമൂഹങ്ങളെ കുറിച്ച് മിണ്ടാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ധൈര്യമില്ല. ഇപ്പൊ ഈ ശിവഗിരി സമ്മേളനത്തില് ഗുരുദേവന്റെ പ്രവർത്തന കേന്ദ്രത്തിൽ തന്നെ വെച്ച് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, അത് ഏത് സമുദായത്തെയും സമൂഹത്തെയും ആണ് വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയത്? ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മറ്റിതര സമൂഹങ്ങളുടെ സമ്മേളനങ്ങളിൽ പോയിട്ട് അവരുടെ വേദിയിൽ പോയിട്ട് ഉന്നയിക്കാൻ പിണറായി വിജയൻ ധൈര്യപ്പെടുമോ എന്നുള്ള ചോദ്യം നമ്മൾ എത്രയോ തവണ ചോദിച്ചതാ. ഇത് ധൈര്യപ്പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നോക്കൂ, പിണറായി വിജയൻ ചോദ്യം ചോദിക്കുമോ എന്ന് മാത്രമല്ല, അത് വിട്ടേക്കാം. ചോദ്യം ചോദിക്കാൻ പോയിട്ട് പിണറായി വിജയന് മറ്റു മതങ്ങളുടെ പരിപാടിയിൽ പോയിക്കൊണ്ട് മുഖത്തോട് നോക്കാൻ തന്നെ നട്ടെല്ല്, വേറൊരു സാധനം വിറയ്ക്കുമെന്നാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല അമ്പലത്തിൽ നിന്ന് വല്ല പാട്ടും കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ സന്ധ്യാനാമങ്ങൾ ഉയർന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ട് അതിന്റെ മൈക്ക് വിച്ഛേദിച്ചു കൊണ്ട് പിണറായി വിജയൻ പക തീർത്ത ഒരു സംഭവമൊക്കെ നമ്മൾക്കറിയാം. മൈക്ക് വിജയൻ എന്നൊക്കെ ആ സമയത്ത് പിണറായി വിജയൻ അറിയപ്പെട്ടിരുന്നു. അതായത് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്ന ഭക്തി ഗാനമായിക്കോട്ടെ, മന്ത്രങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ സാത്താൻ കണ്ട് കോപിച്ച പോലെയാണ് പിണറായി വിജയന്. അത്തരത്തിൽ മൈക്കൂരി വിജയൻ എന്ന പേരൊക്കെ വിജയൻ സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സ്ഥാനത്ത് പിണറായി വിജയൻ വല്ല ഈ പള്ളികളുണ്ടല്ലോ, മുസ്ലിം പള്ളികൾ, ചർച്ച് എന്നതിനാണ് പള്ളി എന്ന് പറയുക ശരിക്കും. ഇവന്മാരുടേത് മോസ്ക് ആണ്. ഈ ക്രൈസ്തവരുടെ ബൈബിളിൽ നിന്ന് കുറെ സാധനങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് വലിയൊരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വലിയ പടച്ചവൻ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്തതെന്ന് അവന്മാർ പറയും. പിന്നെയോ ഈ പറയുന്ന പള്ളി എന്നത് ക്രിസ്ത്യൻ പള്ളിക്കാണ് ശരിക്കും പറയാ. ഇവന്മാരുടേത് മോസ്ക് എന്ന് തന്നെയാണ് പറയാ. അതുപോലും കട്ടെടുത്തുകൊണ്ട് നമ്മൾക്കറിയാം ഈ ഗണ്ഡി കുടുംബം ഉണ്ടല്ലോ, ഇപ്പോ രാഹുൽ ഗണ്ഡി ആയാലും, സോണിയ ഗണ്ഡി ആയാലും, രാജീവ് ഗണ്ഡി ആയാലും, ഇന്ദിരാ ഗണ്ഡി ആയാലും, ഇവരൊക്കെ വെറും ഗണ്ഡി എന്ന് പറയുന്ന വാക്ക് ഉപേക്ഷിച്ച് ഗാന്ധി എന്ന് പറയുന്ന പദം മോഷ്ടിച്ച പോലെ തന്നെ എല്ലാത്തിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മോഷ്ടിക്കുന്നത് തന്നെയാണ് ഇവന്റെയൊക്കെ വലിയ സംഭവം. അത്തരത്തിൽ പള്ളി എന്ന വാക്ക് പോലും ഈ ക്രൈസ്തവരുടേതാണ് പള്ളി. അതിനെ മോഷ്ടിച്ചാണ് ഇവന്മാർ മുസ്ലിം പള്ളിയാക്കിയത്. മുസ്ലിം മോസ്ക് എന്ന് മാത്രമേ നമ്മൾ പറയാവൂ. ഈ മോസ്കിൽ നിന്ന് ഉയരുന്ന ഈ തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന 5 നേരത്തെ സംഭവം ഉണ്ടല്ലോ, ഈ തള്ളാഹു കുക്കുംബർ എന്ന വാക്ക് കണ്ടുപിടിച്ച നമ്മുടെ റീന, ഇസ്രയേലിലുള്ള റീന എന്ന് പറയുന്ന ആ സഹോദരിയാണ്. കാരണം മതനിന്ദയായി മാറിപ്പോവല്ലോ മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ തള്ളാഹു കുക്കുംബർ എന്ന് പറയാം, എന്റെ പടച്ചവൻ മാത്രമാണ് പടച്ചവൻ, ബാക്കിയുള്ളവരൊക്കെ മറ്റവന്മാരാണ് എന്ന് 5 നേരം മൈക്ക് സെറ്റ് കെട്ടി വിളിച്ച് പറയുന്ന ആ തള്ളാഹു കുക്കുംബർ വിളി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ എന്തായിരിക്കും? മൈക്കൊക്കെ ഓഫാക്കി വളരെ ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങനെ നിൽക്കും. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. കാരണം മകളുടെ ഭർത്താവ് ആര് എന്ന ചോദ്യമൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അത് വിട്ടുകളയാം. അവ ക്ഷേത്രങ്ങളുടെ ഈ കാര്യങ്ങളിലേക്കും പിന്നെ ക്രൈസ്തവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്കും മാത്രമേ ഈ ചെങ്ങാതിയുടെ കുതിരകയറ്റം നടക്കുകയുള്ളൂ, ചവിട്ടിമതിക്കൽ നടക്കുകയുള്ളൂ, മറ്റൊന്നിലേക്കും നടക്കില്ല എന്ന് തന്നെയാണ് RV ബാബു സാർ പറഞ്ഞു വെക്കുന്നത്. ബാക്കി കേൾക്കാം. ഇത് കേരളത്തിൽ ഈ ഒരു പ്രത്യേക വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ ഇപ്പൊ പിണറായി വിജയന്റെ പ്രസ്താവനയെ ഒറ്റയടിക്ക് കേട്ട വാദി കേൾക്കാത്ത വാദി സ്വാഗതം ചെയ്തത് കേരളത്തിലെ മതതീവ്രവാദ സംഘടനകളാണ്, SDPI പോലുള്ള സംഘടനകളാണ്. അപ്പൊ ഇവിടുത്തെ മതതീവ്രവാദ സംഘടനകളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. അവരതുകൊണ്ട് ഗുരുദേവൻ സനാതന ധർമ്മത്തിൽ പെടുന്നയാളല്ല, അല്ലെങ്കിൽ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം, ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം അടക്കമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പിണറായി വിജയനാരാണ്? പിണറായി വിജയൻ അതിനുള്ള അധികാരം എന്താണ്? ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചോ ഷർട്ട് ധരിക്കാതെയോ കയറുന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാനോ അത് തിരുത്തണമെന്ന് പറയാനോ അതിന് മാറ്റം വരുത്തണ്ടെന്ന് പറയാനോ ഒക്കെ പിണറായി വിജയനാരാണ്? നോക്കൂ, ഇതേ പിണറായി വിജയനാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് അവിടെയാണോടാ നിന്റെയൊക്കെ ഹിന്ദുവേ, നിന്റെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്നത്, അവിടെയാണോ നിന്റെയൊക്കെ ദൈവം ഇരിക്കുന്നത് എന്ന് കൈ ചൂണ്ടി ചോദിച്ച ഒരു മ്ലേച്ഛനാണ് ഇവൻ എന്ന് പറയേണ്ടതുണ്ട്. കാരണം എപ്പോഴും ഹിന്ദുവിന്റെ ഈ ദേവസ്വം ബോർഡിലൂടെ കിട്ടുന്ന കോടിക്കണക്കിന് ക്ഷേത്രങ്ങളിലൂടെ കിട്ടുന്ന ആ വരുമാനം മാത്രമാണ് ഈ പിണറായി വിജയന്റെ കണ്ണ്. ഇനി അതല്ല കോൺഗ്രസ്സുകാരുടെ കണ്ണോ? ഈ നാട് ഈ കേരളം രൂപീകൃതമായതിനു
സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഭരിച്ചത് ഇടതും വലതും മാത്രം തന്നെയാണ്. ഇവിടെ ഹിന്ദുവിന്റെ ക്ഷേത്രം ഭരിക്കാൻ മാത്രം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം. എന്നിട്ടോ ശബരിമലയിൽ പോലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നേരം കാണാൻ വേണ്ടി അത്ര കണ്ട് മണിക്കൂറുകളോ. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പോയ സമയത്ത് ഞാനും അമ്മയും അച്ഛനും മകനും അടക്കം കുഞ്ഞുമടക്കം പോയ സമയത്ത് 16 മണിക്കൂറാണ് നമ്മൾ ക്യൂ നിന്നത്. അത്തരത്തിൽ ക്യൂ നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്ന് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത് എത്ര സെക്കൻഡാണ്, ആലോചിച്ചിട്ടുണ്ടോ? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ അവിടെ ദർശിക്കാൻ വേണ്ടി ഭഗവാന്റെ നടയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ തള്ളി അടിച്ചു കയറ്റി വിടുക ഇവിടുത്തെ ഗുണ്ടകളായിട്ടുള്ള CITU, ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ എന്ന പേരും പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഈ പറയുന്ന നോമിനികളായിട്ടുള്ള ഗുണ്ടകൾ നമ്മളെ ചെയ്യുന്നത്. എന്നിട്ടോ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകൾ ഈ ശബരിമല ഈ ഭഗവാന്റെ നടയിൽ പോയി പ്രത്യേക ആ ഒരു കൺസിഡറേഷനോട് കൂടി, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാ VD സതീശൻ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് താടിയിൽ ഒരു രോമം പോലും ഇല്ലാതെ ഒരു നോമ്പും നോക്കാതെ ക്ലീൻ ഷേവുമായിക്കൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ശബരിമല കയറിക്കൊണ്ട് അയാൾക്ക് പ്രത്യേക ക്യൂ ഒന്നുമില്ലാതെ മിനിറ്റുകളോളം നോക്കിയിരുന്ന് ഭഗവാനെ നോക്കി തൊഴാൻ വേണ്ടി കൊടുത്ത അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാ. അയാൾ എന്തായാലും തൊഴുതു, അത് വിട്ടേക്കാം. പക്ഷെ ദേവസ്വം മന്ത്രിമാരായി നിയമിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ തിരുനടയിൽ പോയി നിന്നുകൊണ്ട് ഭഗവാനെ പുച്ഛിച്ചുകൊണ്ടൊന്ന് കൈ തൊഴുകയോ വേണ്ട, ഭഗവാന്റെ പ്രസാദമായി കിട്ടുന്ന ആ ഒരു പുണ്യാഹമുണ്ടല്ലോ, ആ നീരുണ്ടല്ലോ, ആ തെളിനീർ കിട്ടുന്ന സമയത്ത് കൊറോണയ്ക്ക് കയ്യും കാലും നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്ന പോലെ തേച്ച് കളഞ്ഞതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഓരോ വിശ്വാസിയും 41, 50, 60, 100, 101 നോമ്പുകളൊക്കെ നോറ്റുകൊണ്ട്, മാസങ്ങളോളം നോമ്പുകൾ നോറ്റുകൊണ്ട്, വർഷങ്ങളോളം നോമ്പുകൾ നോറ്റുകൊണ്ട് ഭഗവാന്റെ ആ തീർത്ഥം കിട്ടാൻ വേണ്ടി പോലും ആഗ്രഹിച്ചു പോകുന്ന, എന്നാൽ തീർത്ഥം പോയിട്ട് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കാണാൻ പോലുമുള്ള അവകാശം തരാതെ ഗുണ്ടകളായിട്ടുള്ള CITU, ഈ പറയുന്ന ദേവസ്വം ബോർഡ്, ഈ ജോലിക്കാർ തട്ടി അകറ്റുന്ന തള്ളി അകറ്റുന്ന ഗുണ്ടായിസമൊക്കെ അനുഭവിച്ചു പോകുന്ന ആ ഭക്തന്റെ മുൻപിലാണ്, ഭഗവാന്റെ മുൻപിൽ നിന്ന് ഈ തോന്നിയാസം കാണിക്കുന്ന ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിന്റെ കാര്യങ്ങൾ പറയാൻ ആരാടോ നീയൊക്കെ, നിന്നെയൊക്കെ ആരാടോ നിയമിച്ചത്? ഹിന്ദുവിന്റെ കാര്യം പറയുന്ന നീ എന്താടോ മുസ്ലിമിന്റെ കാര്യം പറയാൻ നിനക്കൊക്കെ നട്ടെല്ലുണ്ടോടോ? അല്ലെങ്കിൽ താഴെയുള്ള മറ്റേ സാധനമുണ്ടല്ലോ ഡാഷ്, അതിന് ഉറപ്പുണ്ടോ എന്ന് ഒരാളെങ്കിലും ഹിന്ദുക്കൾ ചോദിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പച്ചയ്ക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ആ ചോദിക്കുന്നത് കൊണ്ട് എന്നെ പോലെയുള്ള ആളുകൾ നേടുന്നത് എന്തെന്നറിയാമോ? അവിടെയാണ് നമ്മൾക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങൾ വന്നാലോ അത്യാവശ്യങ്ങൾ വന്നാലോ നിങ്ങൾക്ക് മുൻപിൽ കൈ കൂപ്പി നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. കാരണം നമ്മൾക്ക് ബന്ധുക്കളില്ല, നമ്മൾക്ക് സുഹൃത്തുക്കളില്ല, നമ്മൾക്ക് കുടുംബങ്ങളില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്, ഇങ്ങനെ പച്ചയ്ക്ക് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരാളെങ്കിലും ചോദിക്കാൻ വേണ്ടേടോ, ഒരാളെങ്കിലും പച്ചയ്ക്ക് ഹിന്ദുവിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടേടോ എന്ന ഉത്തരം, ആ ഉത്തരം മാത്രമാണ് നമ്മുടെയൊക്കെ ശുഭപ്രതീക്ഷ. അതിനുവേണ്ടി തന്നെയാണ് നമ്മളൊക്കെ ഈ പടയോട്ടം നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് വിഷയം വന്നാലും നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ ആവശ്യപ്പെടും. അതിൽ ഒളിവും മറയും നമ്മൾ സൂക്ഷിക്കില്ല, അതിൽ നാണവും മാനവും നമ്മൾ സൂക്ഷിക്കില്ല. കാരണം ഞാൻ ചോദിക്കുന്നത് എന്റെ ബന്ധുജനങ്ങളോടാണ്, എന്റെ മാന്യ പ്രേക്ഷകരോടാണ്. അതുകൊണ്ട് എന്നെ ട്രോളാനും എന്നെ തെറി വിളിക്കാനും വരുന്ന ജിഹാദികളോടായാലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളായാലും 6.5 പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച് ഭരിച്ച് ഭാരതത്തെ ലോകത്തിന് മുൻപിൽ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട അടിമ ഗണ്ടികളാണെങ്കിലും ഇവന്മാർക്കൊക്കെ വേറെ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുള്ളൂ. എന്തായാലും RV ബാബു സാർ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. മുഖ്യമന്ത്രിയുടെ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി, അഭിപ്രായം പറഞ്ഞാൽ മതി. ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് പിണറായി വിജയനെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പിണറായി വിജയൻ സ്വന്തം പാർട്ടിയുടെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ കേരളം ഭരിച്ചാൽ മതി. ഇവിടുത്തെ മറ്റു മത വിഭാഗങ്ങളുടെ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ ശ്രീ RV ബാബു, അതായത് ഈ ഹിന്ദു വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒക്കെയുള്ള ഇത്തരക്കാരുടെ വിമർശനങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് മറികടക്കാനുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നുവോ ജി സുകുമാരൻ നായരുടെ വാക്കുകൾ? തീർച്ചയായും ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവികാരമാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കന്മാർ, അവരുടെ ഈ സാംസ്കാരിക നായകന്മാർ, സാമൂഹിക നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന ആളുകൾ, അവർ തികച്ചും ഏകപക്ഷീയമായ ആക്രമണമാണ് നടത്തുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞു, അത് മതേതരത്വത്തെ കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച്, നവോത്ഥാനം, പുരോഗമനം
ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ തികച്ചും ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങൾ, ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഇവർക്ക് അഭിപ്രായമുള്ളൂ. ഇവിടെ ഷർട്ട് ഊരി നടക്കണം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കയറണം എന്ന് പറയുന്ന പിണറായി വിജയൻ പൊതുമണ്ഡലത്തിൽ മുഖപ്രസംഗം നടത്തുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നോക്കൂ, ഈ ഷർട്ടൂരൽ വിഷയം ഒക്കെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, എന്തിനാണ് ഈ ഷർട്ട് ഊരുന്നത്? അതുകൊണ്ട് തന്നെ ഒരുപാട് യുവതലമുറ, ഇന്നത്തെ ന്യൂജൻ തലമുറ നമ്മൾക്കറിയാം, അവർ ഷർട്ട് ഊരാനൊക്കെ മടിക്കുന്നു. അപ്പൊ ജീൻസ് ഇട്ട് പോകുന്ന, അതല്ലെങ്കിൽ ജീൻസ് ഇട്ട് കയറാൻ പറ്റാത്ത ക്ഷേത്രങ്ങളുണ്ട്. മുണ്ടും ഈ ഷർട്ട് ഊരിക്കൊണ്ട് മാത്രം കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ജീൻസ് അണിയാം, പക്ഷെ ഈ ഷർട്ട് അണിയാൻ പാടില്ല, അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം എന്ന് ചോദിക്കുന്ന നമ്മളെല്ലാവരും ചില നേരത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഇതെന്തിനാണ് പണ്ട് അതിന് കുറ്റം പറയുന്ന എന്നറിയാമോ? ഈ പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകളും ഈ പറയുന്ന ജിഹാദികളും ഈ അടിമ ഗണ്ടിക്കോങ്ങികളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. നോക്കും, ഏറ്റവും കൂടുതൽ ദൈന്യത, കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇവിടുത്തെ ബ്രാഹ്മണർ. പണ്ട് കാലങ്ങളിൽ ഈ ജാതി മേൽക്കോയ്മ ഉള്ള സമയത്ത് ബ്രാഹ്മണർ അന്ന് കാലങ്ങളിൽ ഒരുപാട് ക്രൂരതകൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ആ സമുദായത്തെ ദ്രോഹിക്കേണ്ട എന്താവശ്യമാണ് ഇവിടെയുള്ളത്? കാരണം ഇവിടെ നമ്മൾക്കറിയാം, ഒരുപാട് ജന്മി വ്യവസ്ഥയൊക്കെ നിലനിന്ന സമയത്ത് അതിനെയൊക്കെ പൊളിച്ചെഴുതിയ EMS എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാട്, EM ശങ്കരൻ നമ്പൂതിരിയ. ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ EM ശങ്കരൻ സഖാവ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ ഇയാൾ പൊതുമണ്ഡലത്തിൽ അറിയപ്പെട്ടത് എങ്ങനെയാ? EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട് എന്ന. അപ്പൊ അയാളുടെ ഉള്ളിലും ആ ഒരു ജാതീയ മേൽക്കോമ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അയാൾ നമ്പൂതിരിപ്പാട്. അതല്ലെങ്കിൽ അയാൾക്ക് EMS ശങ്കരൻ എന്ന് അറിഞ്ഞപ്പെടില്ലായിരുന്നു. അയാൾ കൊണ്ടുവന്ന ഈ പറയുന്ന ഭൂപരിഷ്കൃത നിയമമായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടുവന്ന ഭൂപരിഷ്കൃത നിയമമായിക്കോട്ടെ, ഇനി മാറുമറയ്ക്കൽ സമരമൊക്കെ നടത്തി വിജയിച്ചവന്മാരാണ് ഇവന്മാർ എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് മുൻപേ ഈ മാറുമറയ്ക്കൽ സമരമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആരും ചികഞ്ഞു നോക്കില്ല. ഇവന്മാരുടെ ഈ പച്ച നുണകളുണ്ടല്ലോ, അതായത് നുണ ലോകം ചുറ്റി വരുമ്പോഴേക്ക് സത്യം ചെരുപ്പിട്ടിട്ടുണ്ടാവുകയുള്ളൂ എന്ന ആ സത്യത്തിന്റെ ആ താമസമുണ്ടല്ലോ, അത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പച്ച നുണകൾ ഇന്നും ഈ കേരളീയനെ, ഈ മലയാളിയുടെ മണ്ടയിലേക്ക്, അടിമ മലയാളിയുടെ തൊണ്ടയിലേക്ക് അടിച്ചു കയറ്റുന്നത് എന്നറിയാം. അത്തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പച്ച കള്ളങ്ങളാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി പ്രവേശിക്കുന്ന നമ്മുടെ ചിന്തയിൽ പോലും സംശയം വന്നിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാവുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. എന്തിനേറെ നമ്മുടെ ശബരിമലയിൽ ഷർട്ട് ഇട്ടുകൊണ്ടോ, ജീൻസ് ഇട്ടുകൊണ്ടോ, നിക്കർ ഇട്ടുകൊണ്ടോ, എന്തും ധരിച്ച് നിങ്ങൾക്ക് പ്രവേശിക്കാം. അവിടെ ഇരുമുടി കെട്ട് എന്തിക്കൊണ്ട് 18 പടികളും കയറി 18 മലകളുടെ ഉടയോനായിട്ടുള്ള ഭഗവാനെ കാണാൻ നമ്മൾ പോകുമ്പോൾ അവിടെ ഷർട്ടും മുണ്ടും ഒന്നും പരിഗണിക്കുന്നില്ല. അവിടുത്തെ താന്ത്രിക വിദ്യപ്രകാരം അവിടെ ഷർട്ടോ മറ്റൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ താന്ത്രിക വിദ്യപ്രകാരം ഈ പറയുന്ന താന്ത്രിക ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പോകുന്നതും പോകാൻ പറ്റാത്തതുമായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. അത് ഷർട്ട് ധരിച്ചുകൊണ്ടുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ നിങ്ങൾ പോവും, ധരിക്കാതെ പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ പോവും. ഈ ഷർട്ട് ധരിക്കാതെയും അതല്ലെങ്കിൽ ധരിക്കാതെയും മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വാശിയുള്ളവർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അവിടേക്ക് പോവുക. എന്തിനാണ് നിങ്ങൾ ഷർട്ട് ധരിക്കാതെ കയറി പോവേണ്ട ക്ഷേത്രങ്ങളിലേക്ക് വാശി പിടിച്ച് ഇവിടെ ഇനി ഷർട്ട് ധരിച്ചേ ഞങ്ങൾ പോവൂ എന്ന് വാശി പിടിച്ച് നവോത്ഥാന അന്തം കമ്മിങ് മാക്രികളുടെ ആ ഒരു അട്ടിപ്പേർ അവകാശം പ്രാപ്തമാക്കാൻ വേണ്ടി, സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യം വലുതല്ലേ? ഇനി മറ്റൊന്നുണ്ടല്ലോ, ഇപ്പോ ഷർട്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാൻ പറ്റാത്തത് എന്ന് എത്രയോ വലിയ വലിയ താന്ത്രിക അതല്ലെങ്കിൽ മാന്ത്രിക, ഇനി ആ ഒരു സംസ്കാരത്തിലുള്ള നമ്മുടെ എത്രയോ കാരണവന്മാർ, ഗുരുവര്യന്മാർ, സന്യാസി വര്യന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തർക്കം നമ്മൾക്കിവിടെ മാറ്റിവെക്കാം. ആ തർക്കം സ്ട്രോങ് ആയത് അതല്ലെങ്കിൽ വലിയ ദൃഢമായത് മറ്റൊരു കാര്യം കൊണ്ട് കൂടിയാണ് എടുത്ത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു, എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ഈ ഷർട്ട് ധരിക്കുന്നത്? ആ സിസ്റ്റം ഒക്കെ എടുത്തു കളയണം എന്നും പറഞ്ഞ് വലിയൊരു തർക്കത്തിന് തുടക്കം ഇട്ടത് ചിദാനന്ദപുരി സ്വാമിയുടെ ആ വാക്കുകളാണെന്ന് കൂടി നമ്മളോട് ഉദ്ധരിക്കേണ്ടതുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സ്വാമി തന്നെ ചിന്തിച്ച് പറയേണ്ടതാണ്. കാരണം സ്വാമിയെ തിരുത്താനോ സ്വാമിയെ ഉപദേശിക്കാനോ നമ്മൾ ആരുമായിട്ടില്ല. സ്വാമി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടും ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ തോന്നിയ പോലെ വെറും നിക്കറോ അതല്ലെങ്കിൽ ഷഡ്ജം മാത്രം ധരിച്ചുകൊണ്ട് നാളെ ഒന്നും ധരിക്കാതെ ഞങ്ങൾക്ക് കയറണം എന്നും പറഞ്ഞു വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരിക? നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനം വേണമെന്നും പറഞ്ഞുകൊണ്ട് സഖാക്കന്മാർ ഈ പറയുന്ന സ്ത്രീകളുടെ ആർത്തവ സമയത്ത് വെക്കുന്ന ഈ പറയുന്ന സാനിറ്ററി പാഡും നിറച്ചുകൊണ്ട് ഈ സഖാത്തികളെ, നവോത്ഥാന സഖാത്തികളെ കയറ്റിവിട്ട് നമ്മൾ കണ്ടതല്ലേ?
കണ്ടത് മാത്രമാണോ? ആയിരക്കണക്കിന് കേസുകളിൽ നമ്മുടെ ശശികല ടീച്ചർ അടക്കമുള്ള ഹിന്ദുവിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ നേതാക്കന്മാരെയും കുരുക്കിയത് നമ്മൾ കണ്ടതല്ലേ? ഓരോ അണികളെയും ആയിരക്കണക്കിന് 5000-ലധികം ആളുകളെ പെടുത്തിയത് നമ്മൾ കണ്ടതല്ലേ? അടിച്ച് തകർക്കുന്ന ഓരോ ഹിന്ദുവിന്റെയും നെഞ്ചും കൂടും തലയും അടിച്ച് തകർക്കുന്ന ഇവിടുത്തെ ഭരണകൂട സംവിധാനം, ഭീകരത നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് തീർന്നോ? ഇല്ലെന്ന്. എത്രയോ ആളുകളുടെ ജീവൻ പോലും ഈ ശബരിമല പ്രക്ഷോഭ സമയത്ത് ഹിന്ദുവിനെ ചെയ്യേണ്ടി വന്നില്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് ഈഴവരായാലും നായന്മാരായാലും എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഈ നരഭോജി പാർട്ടിയുടെ ഇസ്ലാമിക പ്രീണനവും ഇവിടുത്തെ ഹിന്ദുവിന്റെ വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറുക, ഹിന്ദുവിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാത്രം തകർക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഈ ദുഷ്ടവർഗത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ഈ പറയുന്ന SNDP ആയാലും NSS ആയാലും എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെയോ ക്രൈസ്തവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ കണ്ടു, വഖഫ് വിഷയം വന്നല്ലോ. മുനമ്പത്ത് 615 കുടുംബങ്ങളെ കുടിയിറക്ക് ഭീഷണി വന്ന സമയത്ത് ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വേണമെന്നും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വന്ന സമയത്ത് ആ ഭേദഗതി പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഇസ്ലാമിക ഭീകര നിയമം മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് ഇവിടത്തെ 140 MLA-മാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടക്കമുള്ള 140 MLA-മാരും പ്രമേയം പാസാക്കി. എന്താ ഇവന്മാർ വെറും മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചന്മാരാണ്? അല്ലെന്നേ, ക്രിസ്ത്യാനികളുടെയും ഹിന്ദുവിന്റെയും വോട്ട് വാങ്ങി വിജയിച്ചുകൊണ്ട് അവർക്കെതിരെ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരതയുടെ ഈ പറയുന്ന ശരിയ നിയമപ്രകാരമുള്ള വഖഫ് ഭീകരത ഇവിടെ നടപ്പിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു ഭേദഗതിയും പാടില്ലെന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ അത് കേന്ദ്രത്തിനെതിരെയുള്ള പ്രമേയമല്ല, ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിക്കെതിരെയുമുള്ള പ്രമേയമായിരുന്നെന്ന് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദു സഖാക്കന്മാർ, അതല്ലെങ്കിൽ ക്രിസ്ത്യൻ സഖാക്കന്മാർ, ഹിന്ദു കോൺഗ്രസുകാർ, ക്രിസ്ത്യൻ കോൺഗ്രസുകാർ BJP-യിലേക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു തൊട്ടുതീണ്ടായ്മ വിട്ടുകൊണ്ട് RSS-നെയും BJP-യെയും പുൽകാൻ വന്ന സമയത്ത് എങ്ങനെയാ ഇവന്മാർക്ക് സഹിക്കുക? ആ സഹി കെട്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ പറയുന്ന ശിവഗിരി സമ്മേളനത്തിൽ തന്നെ ആ വേദിയിൽ SNDP നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് മുൻപിൽ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നേതാവായിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ അധിക്ഷേപിച്ചുകൊണ്ടും ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാതെ കയറാനും അവകാശമുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വന്ന പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ മലർത്തിയടിച്ചുകൊണ്ട്, പിണറായി വിജയ, നീ നിന്റെ കുടുംബത്തിന്റെ കാര്യമോ നിന്റെ പാർട്ടിയുടെ കാര്യമോ നോക്കിയാൽ മതി, ഹിന്ദുവിന്റെ അവകാശം നിനക്കാരും എഴുതി തന്നിട്ടില്ലെന്ന് ഈ പറയുന്ന SNDP-യുടെ അദ്ദേഹം തന്നെ വെള്ളാപ്പള്ളി നടേശൻ, ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തന്നെ അതേ വേദിയിൽ പിണറായി വിജയൻ മറുപടി കൊടുത്തു. അതേ വേദി, അത് SNDP-യുടെ വേദി ആയതുകൊണ്ട് സുകുമാരൻ നായർക്ക് മറുപടി കൊടുക്കാൻ കിട്ടിയ വേദി മറ്റൊരു പൊതുസമ്മേളനത്തിലായിരുന്നു. അത് കൊടുത്ത ആ മറുപടിയാണ് ഇന്ന് കൃത്യമായിട്ട് പിണറായി വിജയനോട് പറഞ്ഞ് മറ്റു മതങ്ങളുടെ, അത് ഉദ്ദേശിച്ചത് സുഡാപ്പി മതത്തെ തന്നെയാണ്, അവരുടെ കാര്യങ്ങളിൽ വല്ലതും പറയാൻ നിനക്ക് മറ്റതിന് ഉറപ്പുണ്ടോടാ എന്ന് പച്ചയ്ക്ക് ചോദിച്ച സുകുമാരൻ നായർ രംഗത്ത് വന്നു. എന്തായാലും RV ബാബു സാറിന്റെ ബാക്കി കൂടെ കേൾക്കാം നമ്മൾക്ക്. പൊതുമണ്ഡലത്തിൽ മുഖം മറച്ച്, സ്വന്തം മുഖം മറച്ചു വെച്ച് നടക്കുന്ന മതസമുദായത്തിൽ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ? പൊതുയിടങ്ങളിൽ ഇത്തരത്തിൽ അവനവന്റെ ഐഡന്റിറ്റി മറച്ചു വയ്ക്കാൻ പാടില്ല. അത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് എന്ന് ഇരിക്കെ അതിനോടുള്ള പിണറായി വിജയന്റെ നിലപാട് എന്താണ്? അപ്പൊ ഇതെല്ലാം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പ്രകടനം നടത്തുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിഷയങ്ങളിൽ മാത്രമാണ്, ഹിന്ദു സമൂഹത്തിന്റെ വിഷയങ്ങളിൽ മാത്രമാണ്. ഇത് ആവർത്തിച്ച് എത്രയോ തവണ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളാണ്. അതിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ട്. അത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നായാലും ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നായാലും കേരളത്തിലെ പ്രമുഖമായ 2 സമുദായങ്ങൾ അവരതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു എന്ന് വരുന്നത് ശുഭോദാർക്കമാണ്, സ്വാഗതാർഹമാണ്. അത്രയും കാര്യങ്ങളിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഹിന്ദു സമൂഹം ഇവിടെ ആർക്കും കയറി കൊട്ടാവാം. ഹിന്ദു സമൂഹം അങ്ങനെ ഈ വഴിയോരത്ത് കിട്ടിയ ചെണ്ടയെല്ലാം ആർക്കും കയറി കൊട്ടാവുന്നതല്ല എന്ന് വളരെ കൃത്യമായ സന്ദേശം കൊടുക്കേണ്ടത് ആണ്. അത് NSS കൊടുത്തിരിക്കുന്നു,
നോക്കൂ, ഈ പറയുന്ന ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേക താന്ത്രിക വിദ്യകൾ വ്യത്യസ്തമാണ് എന്ന് ഓരോ മാന്യ പ്രേക്ഷകരും ഓരോ ഹിന്ദുവും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവന്മാർ ഈ പണ്ട് കാലത്ത് പൂണൂൽ ധരിച്ചിട്ടുണ്ടോ നമ്പൂതിരിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആ ഒരു ശീലം ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഈ പറയുന്ന ബ്രാഹ്മണന്മാരുടെ നെഞ്ചത്തോട്ടിടാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കഥയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്ന് മുതലാണ് ഇവിടെ ഷർട്ട് എന്ന് പറയുന്ന ആ മേൽവസ്ത്രം എന്ന് പറയുന്ന ആ സിസ്റ്റം എന്ന് മുതലായി ഇവിടെ കണ്ടുപിടിച്ചത്? അതിനു മുമ്പ് ആരും ഷർട്ട് ധരിച്ചിരുന്നില്ല, ആരും മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല. പുരുഷന്മാരായാലും സ്ത്രീകളായാലും മേൽവസ്ത്രം ധരിക്കാതെ തന്നെയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇന്ന് അത് കാണണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ അത് ചെയ്യുന്നത് പറ്റും. ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗോത്രവർഗ്ഗക്കാർ പോലും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന സമയത്ത് അതിലൊരു തീരുമാനം അന്ന് തന്നെ അവർ കൈക്കൊണ്ടിരുന്നു, ഷർട്ട് ധരിച്ചുകൊണ്ട്. കാരണം ഈ സമയമൊക്കെ ഷർട്ടുകൾ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി, ഷർട്ട് ധാരണ വന്നു തുടങ്ങി, മേൽവസ്ത്രം ധരിച്ചു തുടങ്ങി. അതുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രവേശിക്കേണ്ട ക്ഷേത്രങ്ങൾ ഇതാണ്. അവിടുത്തെ താന്ത്രിക വ്യവസ്ഥ, മാന്ത്രിക വ്യവസ്ഥയായാലും എന്തായാലും തന്ത്രമായാലും അത് ഈ രീതിയിലായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ അതിനെ താരതമ്യം ചെയ്യരുതെന്ന് കൃത്യമായിട്ടും അതിന്റെ ആചാര്യന്മാർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല, ഇത്തരം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം എന്നൊക്കെ വന്നത്. നമ്മൾക്കറിയില്ലേ, പത്മനാഭ സ്വാമിയെ ദർശിക്കാൻ പോകുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഷർട്ട് ഈ പറയുന്ന ആ വെളുത്ത ഒരു വസ്ത്രം നമുക്ക് ധരിക്കാം, അത് ധരിക്കാൻ അവിടെ വാങ്ങാനും കിട്ടും, വാടകയ്ക്കും കിട്ടും, ചെറിയ വാടകയ്ക്ക് കൊടുത്ത ആളുകൾ അത് ധരിച്ചുകൊണ്ട് ഉള്ളിൽ പോകുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രങ്ങൾക്കും അതാത് ക്ഷേത്രങ്ങളുടെ നിയമമുണ്ട്. അത് ഹിന്ദുവിന്റെ ക്ഷേത്ര നിയമങ്ങൾ ഹിന്ദുവാണ് മാറ്റേണ്ടതും ഹിന്ദുവാണ് പരിപാലിക്കേണ്ടതും. അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ കൊല്ലാനും അതല്ലെങ്കിൽ കട്ടുമുടിച്ചിട്ടായാലും വേണ്ടില്ല, എന്റെ പോക്കറ്റ്, എന്റെ പള്ള വീർപ്പിക്കണം എന്ന രീതിയിൽ ഭരിക്കുന്ന ഏതൊരു ഇടതായാലും വലതായാലും ഇവന്മാരല്ല. കാരണം ഇവന്മാർ ഹിന്ദുവിന്റെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയ്ക്ക് നേരെ തന്നെ പിണറായി വിജയന്റെ പാർട്ടി പറഞ്ഞത് എന്തെന്നറിയാമോ? ഈ പറയുന്ന EMSന്റെ കാലം മുതലായാലും അതിനു മുൻപുമൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? സിമന്റ് നാണു എന്നാണ് ഈ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച വാക്ക്. സിമന്റ് നാണു എന്നതിൽ മാത്രം ഒതുങ്ങിയോ? ഇല്ലെന്നേ. ഈ അടുത്ത കാലത്ത് കുറച്ച് ചെറിയ വർഷങ്ങളുടെ പഴക്കമുള്ളൂ, DYFI ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ആഘോഷത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഘോഷയാത്രയുണ്ടല്ലോ, അതിനെ പരിഹസിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പരിഹസിച്ചുകൊണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് സമാനമായി ശ്രീകൃഷ്ണ ജയന്തിക്ക് DYFI സംഘടിപ്പിച്ച ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. ആ ഘോഷയാത്രയിൽ ഈ പറയുന്ന കുരിശിൽ വലിഞ്ഞു മുറുക്ക കെട്ടപ്പെട്ട അത്തരത്തിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണ പ്രതിമ ദർശിച്ച് അതിനെ അടിക്കുന്ന രീതിയിലൊക്കെ വളരെ തുപ്പുന്നതും മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ച വർഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മതമായിട്ട് നമ്മൾക്ക് എടുക്കാം. കാരണം ഈ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറുന്ന ഇസ്ലാമിക പ്രീണനം മാത്രം നടത്തുന്ന ദുഷ്ടമതം, ദുഷ്ടവർഗം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദുവാണ് തീരുമാനമെടുക്കേണ്ടത്, ആ വിശ്വാസിയാണ്, ഭക്തജനങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. അതൊക്കെ പറയാൻ നീ ആരാടാ ഡേഷ് മോനെ എന്ന് നട്ടിലുള്ള ഹിന്ദുക്കൾ ഉച്ചത്തിൽ ചോദിക്കുന്നത് വരെ മാത്രമേ ഈ അടിമകളായിട്ടുള്ള ഹിന്ദുവിനെ വിഭജിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും പാഠം പഠിക്കുകയുള്ളൂ. എന്തായാലും RV ബാബു സാറിന്റെ ബാക്കികൾ കേൾക്കാം നമുക്ക്. യാതൊരു സംശയവും വേണ്ട. കേരളത്തിലെ ഹിന്ദു സമൂഹം ആ തരത്തിൽ തിരിച്ചറിവിന്റെ പാതയിലാണ്. ഇനി പഴയ പോലെ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അവർക്കത് തിരുത്തേണ്ടി വരും. അവര് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി അവർക്ക് പഠിക്കാൻ ഒരിക്കലും അവസരം കിട്ടാത്ത രീതിയിൽ അവര് കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടുന്ന തരത്തിൽ യാതൊരു സംശയം വേണ്ട. നോക്കൂ, ഇവിടെ രാജൻ M എന്ന് പറയുന്ന നമ്മുടെ ഒരു സംഘ സഹോദരൻ ഇട്ട കമന്റ് അതിവിടെ വായിക്കേണ്ടതുണ്ട്. സ്വാമിമാർക്കും മുഖ്യനും വേണമെങ്കിൽ ജെട്ടി ധരിക്കാതെ വേണമെങ്കിലും പോവാമല്ലോ. അത് അദ്ദേഹം അങ്ങനെ കമന്റ് ഇടാൻ കാരണം എന്തെന്നറിയാമോ? ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടുള്ള G സുധാകരനുണ്ട്. ഈ G സുധാകരനാണ് ചോദിച്ചത്, ഇവിടത്തെ ഈ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന നമ്പൂതിരിമാർ ബ്രാഹ്മണർ ജെട്ടി ധരിക്കാറുണ്ടോ, ഷഡ്ഡി ധരിക്കാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്പൂതിരിമാർ ഇവിടെ ഓരോ ഹിന്ദുവിന്റെയും ക്ഷേത്രങ്ങൾ
ക്ഷേത്രങ്ങളിലെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ചെറിയ ശതമാനമുള്ള ആ വിഭാഗത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന രീതിയിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് അവരുടെ ജെട്ടി ധരിക്കാൻ, അവരുടെ കോണകം തപ്പാൻ വേണ്ടി ഇറങ്ങിയ ഈ പറയുന്ന ജി സുധാകരന്റെ അവസ്ഥ ഇന്ന് എവിടെ എത്തി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് കൊല്ലംകാര് കൊടുത്തത് കൊണ്ടോ കൊല്ലത്ത് കിട്ടുന്നത് കൊണ്ടല്ല, കൊടുത്താൽ നിനക്ക് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. അതിനെയാണ് കർമ്മ എന്ന് നമ്മൾ പറയുക. അത് ബൂമറാങ്ങായി തിരിച്ചു വന്നുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ ഈ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ, ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ ജെട്ടി തപ്പിയ അവന് ഇന്ന് ജെട്ടി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്ന രീതിയിൽ, ഒരു ജെട്ടിയുടെ വില പോലും ഇല്ലാത്ത രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അയാൾ മാറ്റപ്പെട്ടു എന്നത് തന്നെയാണ് കാലം കാത്തുവെച്ച കാവ്യനീതി. അതല്ലെങ്കിൽ കാവ്യനീതി മാത്രമല്ല മറുപടി എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതായത് ആർ വി ബാബു സാറിന്റെ ബാക്കി കുറച്ച് ഒരു മിനിറ്റോടുള്ള വാക്കുകൾ കേൾക്കാം. ആർ വി ബാബു, ആചാരം മാറ്റിമറിക്കാൻ ഇവരൊക്കെ ആരാണ്? ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് കയറേണ്ടതുണ്ട്, ഇല്ലാത്തതുണ്ട്, അവിടെ അതനുസരിച്ച് തന്നെ അങ്ങനെ നടന്നുകൊള്ളട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പറയാനുള്ളത് വളരെ ലളിതമായ ഭാഷയിൽ കൃത്യമായി പറയുന്നു ജി സുകുമാരൻ നായർ, അല്ലെ? ക്ഷേത്രങ്ങളിൽ ഉടുപ്പ് ധരിച്ച് കയറുന്നതിന് അനുവദിക്കണം എന്ന ആശയം സന്യാസിമാരുടെ സമ്മേളനത്തില് തൃശ്ശൂർ നടന്ന 400ഓളം സന്യാസിമാര് നടന്ന സമ്മേളനത്തിൽ അവര് ആ കാര്യത്തെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പൊതുമണ്ഡലത്തിൽ അവർ വയ്ക്കുകയുണ്ടായി. ഇതെല്ലാം സാമൂഹ്യ പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞത്. ആചാര്യന്മാർ 400-ൽ വരുന്ന ആചാര്യന്മാർ, നമ്മുടെ സന്യാസി വര്യന്മാർ തന്നെ അത് ചർച്ച ചെയ്തതാണ്. അതിന്റെ പേരിലായിരുന്നു അന്ന് നമ്മൾക്കറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചിദാനന്ദപുരി സ്വാമി തന്നെ പറഞ്ഞത്, മാറ്റങ്ങൾ, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഹിന്ദുക്കൾ എന്നും തയ്യാറായിട്ടുണ്ട്, അത് ഇനിയും തയ്യാറാവും. ഷർട്ട് ധരിച്ചുകൊണ്ടോ ധരിക്കാതെയോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുമതി അത് ഹിന്ദുക്കളാണ് തീരുമാനിക്കേണ്ടത്, ഹിന്ദുവിന്റെ ആചാര്യന്മാരാണ് തീരുമാനിക്കുക, ഹിന്ദുവിന്റെ സന്യാസി വര്യന്മാരാണ് തീരുമാനിക്കുക. അല്ലാതെ പിണറായി വിജയ നക്കാപ്പിച്ച വോട്ടും നേടി ജയിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്ന നീ അല്ല എന്ന് കൃത്യമായിട്ട് മറുപടി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ബാക്കി അതാത് ക്ഷേത്രങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കേണ്ടതാണ്. ഇതിന്റെ ഉദാഹരണം നമുക്കുണ്ട്. മുൻകാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ചുരിദാർ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം വന്ന സമയത്ത് അത് പരിഹരിച്ചത് ദൈവജ്ഞന്മാരുടെ ദേവഹിതം അനുസരിച്ച് ദൈവജ്ഞന്മാരാണ് തീരുമാനിച്ചത്. ദേവഹിതം അനുസരിച്ചിട്ടാണ് അതിന്റെ തീരുമാനം ഉണ്ടായത്. അപ്പൊ ഓരോ ക്ഷേത്രത്തിലും ഇപ്പൊ നിലനിൽക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ആ ആചാരങ്ങളെ മാറ്റം വരുത്താൻ വേണ്ടി ദേവഹിതം പരിഗണിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കണം. അവരാണ് അതിന് അഭിപ്രായം പറയേണ്ടത്. പിണറായി വിജയനെ പോലുള്ള ഒരു മൂന്നാംകിട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ക്ഷേത്രവും ക്ഷേത്ര വിശ്വാസം. ഇതിലധികം ഒന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി കൂടുതൽ ഞാനും പറയുന്നില്ല, കാരണം ലോങ് ആയിട്ട് 37 മിനിറ്റോളം ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തു. എന്തായാലും ഹിന്ദുവിന്റെ കാര്യങ്ങൾ ഹിന്ദു തീരുമാനിക്കുമെന്ന് ഇവിടുത്തെ ഈഴവർ, നോക്കൂ, ഈ ഈഴവരുടെയും നായന്മാരുടെയും മറ്റു വിഭാഗങ്ങളെ ഞാൻ ചെറുതായി കണ്ടുകൊണ്ട് പറയല്ല, മാന്യ പ്രേക്ഷകരെ, മാന്യ വിഭാഗങ്ങളെ, മാന്യ സംഘബന്ധുക്കളെ, ഈ വിഭാഗം നമ്മൾ വോട്ടിംഗ് ശതമാനം നോക്കുന്ന സമയത്ത് ഈ പറയുന്ന NSSന്റെ വിഭാഗമായാലും SNDPയുടെ വിഭാഗമായാലും ഈഴവ നായന്മാരുടെ ആ വോട്ടിന്റെ ആ ഏകീകരണം ഉണ്ടല്ലോ, അത് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന ആ ഒരു ഭയം തന്നെയാണ് പിണറായി വിജയനെ ഇതിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി, എന്നാൽ ഞങ്ങൾ വലിയ നവോത്ഥാനക്കാരനാണെന്നാണ് കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ നെഞ്ചിലേക്ക് വീണ്ടും ചവിട്ടിക്കൊണ്ട് അവനെ വിഭജിച്ച് ഭരിക്കുക എന്ന ഈ പറയുന്ന ഇവിടുത്തെ ഭരിച്ച ബ്രിട്ടീഷുകാരായാലും അതിനു മുൻപായാലും അതിന് ശേഷമായിട്ടുള്ള ആളുകളൊക്കെ പയറ്റി തെളിഞ്ഞിട്ടുള്ള ആ പയറ്റുണ്ടല്ലോ, ഹിന്ദുവിനെ എന്നും വിഭജിക്കുക. ക്രിസ്ത്യൻ എന്ന് പറയുന്ന വിഭാഗം ചെറിയ 2-3% മാത്രമായതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് വലിയ സ്വാധീനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ അവർ 20-ന് വരുന്ന സമയം കൊണ്ട് അതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈഴവ NSSന്റെ നായന്മാരുടെയും ഈ ക്രൈസ്തവരുടെയൊക്കെ ആ ഒരു ഏകീകരണം മാത്രമല്ല, ഹിന്ദു എന്ന ലേബലിലുള്ള എല്ലാവരെയും അവരെ മതം തിരിച്ചുകൊണ്ട് പറയനെന്നും ഈഴവനെന്നും നായരെന്നും ബ്രാഹ്മണനെന്നും പറഞ്ഞുകൊണ്ട് വിഭജിച്ചുകൊണ്ട് അവരെ വിഭജിച്ച് തമ്മിൽ തല്ലിക്കുന്ന ആ മുട്ടനാടിന്റെ പരിപാടി ഇനി നടക്കില്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ടും ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, വർഷങ്ങളോളം പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും കൊടുക്കാതെ വായും പൂട്ടിയിരിക്കുന്ന, വായിൽ പഴവും തിരികിയിരുന്ന
ഹിന്ദു നേതാക്കന്മാരായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഈ സമുദായ നേതാക്കന്മാരായിക്കോട്ടെ, ഇവരൊക്കെ വായും തുറന്ന് പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദു ഗതികെട്ടിരിക്കുന്നു, ഹിന്ദുവിന് ഇനി രക്ഷയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.